സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള 4ാം ടി20യിൽ വെടിക്കെട്ട് സെഞ്ചുറിയുമായി സഞ്ജു സാംസൺ. കഴിഞ്ഞ 2 മത്സരത്തിലും 0-ന് പുറത്തായ സഞ്ജു ഇന്ന് കരുതലോടെയാണ് കളിച്ചത്. പതിയെ ആക്രമിച്ചു കളിച്ച സഞ്ജു പതിവ് ഫോമിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു. സൗത്ത് ആഫ്രിക്കൻ ബൗളർമാരെ അനായാസം കൈകാര്യം ചെയ്ത താരം 28 പന്തിൽ നിന്നും 50 പൂർത്തിയാക്കി. ടോസ് നേടി ആദ്യം ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യയ്ക്ക് ഓപ്പണർമാർ മികച്ച തുടക്കമാണ് നൽകിയത്. ഇരു താരങ്ങളും അനായാസം റൺസ് കണ്ടെത്തി. കഴിഞ്ഞ 2 മത്സരങ്ങളിലും 0-ന് പുറത്തായ സഞ്ജു സാംസൺ ഇത്തവണ യഥേഷ്ടം ബൗണ്ടറികൾ കണ്ടെത്തി. 5ാം ഓവറിലെ ആദ്യ പന്തിൽ സിക്സർ അടിച്ച് അഭിഷേക് ശർമ്മ ഇന്ത്യൻ സ്കോർ 50 കടത്തി. 6 ഓവറിൽ സ്കോർ 73 ആയപ്പോൾ ഇന്ത്യയ്ക്ക് ആദ്യ വിക്കറ്റ് നഷ്ടമായി. 18 പന്തിൽ നിന്നും 36 റൺസ് നേടിയ അഭിഷേക് ശർമ്മയെ ലൂത്തോ സിബ്ല ക്ലാസിൻ്റെ കൈകളിലെത്തിച്ചു. പവർ പ്ലേയിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 73 റൺസാണ് ഇന്ത്യ നേടിയത്. മൂന്നാമതായി ഇറങ്ങിയ തിലക് വർമ്മയും ആക്രമിച്ച് കളിച്ചതോടെ 9ാം ഓവറിൽ ഇന്ത്യൻ സ്കോർ 100 കടന്നു. ടി20യിൽ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരുടെ ഏറ്റവും കൂടുതൽ 50+ സ്കോറുകൾ നേടുന്ന താരമായും സഞ്ജു സാംസൺ മാറി. ഇതിനിടെ സഞ്ജു സാംസന്റെ സിക്സർ പതിച്ചു ഗാലറിയിലിരുന്ന യുവതിക്ക് പരിക്കേറ്റു. താരം അർദ്ധ സെഞ്ചുറി പിന്നിട്ട് മുന്നേറുന്നതിനിടെയാണ് സംഭവം. ട്രിസ്റ്റൻ സ്റ്റബ്സ് എറിഞ്ഞ 10ാം ഓവറിലെ 2ാം പന്തിലാണ് സഞ്ജുവിൻ്റെ സിക്സർ യുവതിയുടെ ദേഹത്തു പതിച്ചത്. സ്റ്റബ്സിൻ്റെ ഓവർ ആരംഭിക്കുമ്പോൾ 27 പന്തിൽ 46 റൺസുമായി സഞ്ജു ആയിരുന്നു ക്രീസിൽ. ആദ്യ പന്തിൽ ലോങ് ഓണിന് മുകളിലൂടെ തകർപ്പൻ സിക്സറിനു പറത്തി സഞ്ജു അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. അർദ്ധ സെഞ്ചുറി നേട്ടം ആഘോഷിക്കാൻ അടുത്ത പന്തിൽ സഞ്ജുവിൻ്റെ വക വീണ്ടും സിക്സർ. ഇത്തവണ ഡീപ്പ് മിഡ് വിക്കറ്റിന് മുകളിലൂടെ പന്ത് ഗാലറിയിലേക്ക്. ഈ പന്താണ് ആൾക്കൂട്ടത്തിലിരുന്ന യുവതിയുടെ മുഖത്തേക്ക് പതിച്ചത്.